ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയാണ് കേട്ടോ. ഇന്നത്തെ പാചകങ്ങളും അടങ്ങിയിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. രാവിലെ കഴിക്കാനായിട്ടുണ്ടാക്കിയത് അപ്പമാണ്. അപ്പവും ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. ഉണ്ടാക്കിയിട്ടില്ല, അപ്പം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. എത്ര നേരത്തെ എണീച്ചാലും താമസിച്ചാണ് ജോലി ഇപ്പോൾ ഒതുങ്ങുന്നത് കേട്ടോ. ഇപ്പോൾ ഒതുക്കാൻ പറ്റുന്നത് രാവിലെ നേരത്തെ എണീച്ചാലും ഞാൻ അങ്ങനെ മടിച്ച് അവിടെ ഇരിക്കും. അപ്പോൾ അപ്പമൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. തേങ്ങയൊക്കെ തിരുമ്മി നമുക്ക് ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ട് അരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി അങ്ങ് പറഞ്ഞേക്കാം. തേങ്ങ, കുറച്ച് മുളക് പൊടി, 2-3 കൊച്ചുള്ളി, കുറച്ച് ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഒന്ന് ഒതുക്കി അങ്ങ് എടുത്താൽ മതി കേട്ടോ. ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട. നമ്മൾ തോരനൊക്കെ അരയ്ക്കത്തില്ലേ, അതുപോലെ ഒന്ന് അത്രയും മതി. ഒന്ന് അരച്ചിങ്ങോട്ട് എടുക്കുക. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും ഒന്ന് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് തട്ടിക്കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ അങ്ങ് വറുത്ത് കോരിയെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചൂടപ്പത്തിൻ്റെ കൂട്ടത്തിൽ വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പം നല്ല മൊരിഞ്ഞിരിക്കുകയും വേണം കേട്ടോ, എന്നാൽ ആ ഒരു ടേസ്റ്റ് അറിയത്തുള്ളൂ. അങ്ങനെ രാവിലത്തെ കാപ്പി ഇങ്ങനെയായിരുന്നു. പിന്നെ ചായയൊക്കെ ഇട്ട് കൊച്ചിന് കൊടുത്തു. ഇന്ന് ഇച്ചിരി താമസിച്ചാണ് ഞാൻ സ്കൂളിലും പോയത്, അതാണ് സംഭവം കേട്ടോ. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ഇങ്ങനെ മടിച്ചങ്ങ് ഇരുന്ന്. അങ്ങനെ സ്കൂളിൽ പോയി. ഇനിയിപ്പോൾ വന്നു. അപ്പം മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്ന് മീനേ ഇല്ല. നമ്മൾ മുട്ടയെങ്ങാനും വാങ്ങിച്ച് കറി വെക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പോഴത്തേക്കും ഇറച്ചി കൊണ്ടുവന്ന് ഇറച്ചിയും ചീനിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് കറി വെക്കാം. അരിയൊക്കെ വന്നിട്ടാട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്, കഴുകി ഇട്ട് കൊടുത്തത്. ഇറച്ചിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് പിന്നും പോയി കുറച്ച് നേരം ടി വിയുടെ മുമ്പിലിരുന്ന് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എണീച്ച് അടുക്കളയിൽ ചെന്നപ്പോൾ 11 മണി കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് ആക്കി എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഉള്ളി ഒന്നും പൊളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് കൊച്ചുള്ളിയാണ്. അപ്പോൾ അതൊന്ന് പൊളിച്ചെടുക്കണം. എനിക്ക് ഈ പൊളിച്ചെടുക്കാൻ ഇഷ്ടമല്ലാത്തൊരു സംഭവം അതാണ് കേട്ടോ. കണ്ണെരിയുന്നതാണ് പ്രശ്നം, വേറൊന്നുമല്ല, കണ്ണെരിയുന്നതാണ് പ്രശ്നം. അങ്ങനെ ആദ്യം തന്നെ ഞാൻ വിചാരിച്ച് ഇറച്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകി വാരി വെച്ചിട്ട് നമുക്കിനി ഉള്ളിയൊക്കെ പൊളിക്കാനായിട്ട് നിൽക്കാം കേട്ടോ. നല്ല ചൂടുണ്ട്, നല്ല വെയിലുണ്ട്. അപ്പോൾ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്ന് പൊടിയിട്ട് മുക്കി വെച്ചേക്കുവാ, പിന്നെ കഴുകാമെന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. ഇന്ന് അത്ര നല്ല ഒരു മൂടല്ല, എന്താണെന്നറിയത്തില്ല. ഒരു രസമില്ല, എന്തോ ഒരു മ്ലാനത. അങ്ങനെ ഇറച്ചിയൊക്കെ ഒന്ന് കഴുകി കേട്ടോ. ഞാനത് സ്റ്റാൻഡിൽ വെച്ചപ്പോഴത്തേക്കും മൊബൈൽ സ്റ്റാൻഡിൽ നിന്ന് ഊരിപ്പോന്ന്. അപ്പം ഞാനിങ്ങ് അനിയത്തിയുടെ കയ്യിലോട്ട് കൊടുത്ത് കുറച്ച് നേരം കയ്യിലിങ്ങനെ വെച്ചുകൊണ്ടിരുന്നോ, അവളുടെ കൈ കുറച്ച് നേരം സ്റ്റാൻഡാക്കി വെക്കാമല്ലോ. അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. മീൻ കിട്ടാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ട ഇരിപ്പുണ്ടായിരുന്നു, ഞാനതങ്ങ് വറുത്തരച്ച് കറി വെക്കാം. അപ്പോൾ മോരും ഇരിപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പം കുറച്ച് മോര് കറിയൊക്കെ ആക്കിയിട്ട് ഉച്ചക്കലത്തേക്ക് അങ്ങനെയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഇന്ന് കുശാലാണേ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെയൊക്കെ ഒന്ന് മൂപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും വാപ്പ പുറത്തിരിക്കുകയാണ്, മുറ്റത്തിരിക്കുന്ന സമയത്താണ് ഇതൊന്ന് മൂപ്പിക്കുന്നത്. കാരണം വാപ്പാക്ക് ശ്വാസം മുട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ചെറിയൊരു സ്മെല്ലടിച്ചാലും ചുമയ്ക്കും. ഇപ്പോഴും ചുമച്ചാലൊന്നും നിൽക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് വഴക്കം കേൾക്കും. അതുകൊണ്ട് വാപ്പ മുറ്റത്തിരിക്കുന്ന സമയം കൊണ്ട് ഞാനതങ്ങ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇന്നലെ വിഷമടിക്കാൻ വന്നെന്ന് പറഞ്ഞില്ലേ പുല്ലിന്, നമ്മുടെ മലമ്പാമ്പ്, അതല്ല പെരുമ്പാമ്പ് വന്നിട്ട് മൊത്തം കാടല്ലേ. അപ്പോൾ അവിടെ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അപ്പുറത്തെ വശത്തെ തോട്ടത്തിലും ഇന്ന് കാട് വൃത്തിയാക്കാൻ ആളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് ആൾ. ആ സമയം കൊണ്ട് ഞാൻ പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ച് വെച്ചു. കണ്ടില്ലേ അവസ്ഥ, ഇതാണ് എൻ്റെ അവസ്ഥ. ഇവിടെ ചിക്കൻ മേടിക്കുമ്പോൾ സമയത്ത് ഞാനിങ്ങനെ സവോള അരിഞ്ഞാണ് ഇടുന്നത്. ബീഫ് അങ്ങനെ മേടിക്കാറില്ല, പെരുന്നാളോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് മേടിക്കുന്നത്. ഇതെന്താ നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ തൊലിച്ചെടുത്തപ്പോൾ കണ്ണീര്. ഇനിയിപ്പോൾ അത് ഞാനങ്ങ് പകുതി വെച്ചങ്ങ് നിർത്തി. വീഡിയോ എടുത്തല്ല, അത്രയും മതിയെന്ന് വിചാരിച്ചിട്ട് അതങ്ങ് അനിയത്തിയുടെ ഏൽപ്പിച്ച് അവളെനിക്ക് പൊളിച്ച് തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇങ്ങോട്ട് അകത്തോട്ട് വന്നു, അടുക്കളയിലോട്ട് വന്ന് കുക്കർ അടുപ്പിലോട്ടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ കാലിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ളതേ ഉള്ളൂ.
ഇറച്ചി കറി വെക്കാനും കുറച്ച് മോര് കാച്ചാനും ഒക്കെയുള്ള വെളിച്ചെണ്ണ അതിലിരിപ്പുള്ളൂ. അങ്ങനെ ഇന്നലെ തലേന്ന് പപ്പടം കാച്ചിയിട്ടുള്ള വെളിച്ചെണ്ണ കുറച്ച് ഞാനിന്ന് ചെറിയൊരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് തെളിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പപ്പടം കാച്ചുമ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ആ പൊടി എത്ര നമ്മൾ തട്ടിക്കളഞ്ഞ് പൊരിച്ചെടുത്താലും അതിൻ്റെ ഒരു മട്ടിയുണ്ടല്ലോ, ആ ഒരു അതിങ്ങനെ അടിയിൽ ഇങ്ങനെ കിടക്കത്തില്ലേ. അപ്പോൾ അതൊന്ന് തെളിച്ചൊക്കെ ഒഴിച്ച് കൊടുത്തു. ആദ്യം ഞാൻ ഇട്ട് കൊടുത്തത് ഉലുവയാണ് കേട്ടോ, പച്ച ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുക്കാത്ത പച്ച ഉലുവ ഇട്ടു. പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊളിച്ചെടുത്തിട്ടുള്ള കൊച്ചുള്ളി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ അരിഞ്ഞങ്ങ് ഇട്ടാൽ മതി. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്. മിക്സിയുടെ ജാറിലിടുമ്പോഴത്തേക്ക് നമ്മൾ ഇടികല്ലിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ച് ഇട്ട് കൊടുത്താലും മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജാറിലോട്ട് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചു. അപ്പോൾ ഒന്ന് ഒരുപാടങ്ങ് ഒരുപാടങ്ങ് അരഞ്ഞും പോയില്ല, എന്നാൽ ഒന്ന് ചതഞ്ഞതിനേക്കാൾ കൂടുതലൊന്ന് ആയി. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 സവാള അരിഞ്ഞതും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടി. സവാള വാടി വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പില, ഒരു തക്കാളി അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ചില ആളുകൾ ഇടാറില്ല. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു 2 ദിവസമൊക്കെ ഇരിക്കാൻ പാടാന്ന് തോന്നുന്നു തക്കാളി ഇട്ട് കഴിഞ്ഞാൽ. അതൊക്കെ കൊണ്ടായിരിക്കും. ഞാനിവിടെ തക്കാളി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴുകി വാരി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുത്തു. നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള പൊടികളും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലായിരുന്നു. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുക്കറങ്ങ് അടച്ചങ്ങ് വെച്ചു. ഇനി നമ്മളെന്താ മോര് കാച്ചാൻ പോവുക കേട്ടോ. ഞാൻ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം പച്ചമുളകും ഒക്കെ ഇട്ട് കുറച്ച് തൈരൊക്കെ അങ്ങോട്ട് ഒഴിച്ച് മോരിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചട്ടി വെച്ചു. അതിലേക്ക് കടുകും കുറച്ച് പച്ച ഉലുവ ഇട്ട് പൊട്ടിച്ചു. വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തു. ചെറിയൊരു തക്കാളിയുടെ കഷ്ണവും കൂടെ ഇട്ട് കൊടുത്ത് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് പാകമായി വന്നപ്പോൾ അതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു മോര് കറിക്ക് ചെറിയൊരു കളറ് വരാൻ വേണ്ടിയിട്ടാണ്, മേളിലിങ്ങനെ തെളിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ മോരും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അരപ്പോട് കൂടിയിട്ടാണ് കേട്ടോ, നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പോട് കൂടിയിട്ട് ഒഴിച്ച് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തീ അങ്ങ് കുറച്ചിട്ട് ഏറ്റവും ലോയിലിട്ടിട്ടുണ്ട്. കാരണം തിളച്ച് പോകരുതല്ലോ. തിളച്ചാൽ പിന്നെ നമ്മുടെ മോര് കറി ഒന്നിനും കൊള്ളത്തില്ല. അങ്ങനെ ഇളക്കിയിരിക്കുകയാണ്. നല്ല ചൂട് കയറുമ്പോഴത്തേക്കും തീ അങ്ങ് ഓഫ് ചെയ്യും. അങ്ങനെ നല്ലൊരു മോര് കറിയും ഉണ്ടാക്കി. ഇപ്പുറത്ത് കറി വെന്തിട്ടില്ല കേട്ടോ, ബീഫ് കറി ആയിട്ടില്ല. പിന്നെ കപ്പയുണ്ടായിരുന്നു. കപ്പയും കൂടെ ഒക്കെ വെട്ടി നമ്മൾ വിറകടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വിറകടുപ്പിൽ അധികം പാചകം ഒന്നും കാണിക്കുന്നില്ല. അതാണ് കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടമെന്നും എനിക്കറിയാം കേട്ടോ. മടിയാണ് കാരണം, വേറൊന്നുമല്ല. അപ്പോൾ ഇതേ നമ്മുടെ മോര് കറിയിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. കപ്പ പോയൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. കപ്പയൊക്കെ വെന്ത് കിടപ്പുണ്ട് കേട്ടോ. മഞ്ഞളും ഉപ്പും ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇതിന് അരപ്പൊന്നും ഇടുന്നില്ല. വെറുതെ ഇങ്ങനെ നമ്മളങ്ങ് ഇടിച്ച് കുഴച്ചങ്ങ് വെക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും കുക്കർ തുറന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാറൊക്കെ വറ്റി ആവശ്യത്തിനുള്ള ചാറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങ് അടച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി അവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഉച്ചക്കലത്തെ സ്പെഷ്യൽ കപ്പയും ബീഫ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ളത്, ബീഫിൽ നമ്മൾ കുറച്ച് തേങ്ങയുടെ കൊത്തും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണം. ഇൻഷാ അല്ലാഹ് നാളെ മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചങ്ങ് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. ടാറ്റ.